കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിലെ ആലക്കോട് എന്ന സ്ഥലത്ത് ഒരു കർഷക റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അഭിവന്ദ്യ പാമ്പ്ളാനി പിതാവ് നടത്തിയ ഒരു പ്രസംഗത്തിൽ നിന്നും ഒരു ഭാഗം അടർത്തിയെടുത്ത് ബിഷപ്പ് പാമ്പ്ളാനി ബിജെപിയിലേക്ക് റബ്ബർ പാലം നിർമ്മിക്കുന്നുവെന്നും 300 രൂപയ്ക്ക് കണ്ണൂരിന്റെ മണ്ണിൽ നിന്നും ബിജെപിക്ക് ഒരു എംപിയെ വാഗ്ദാനം ചെയ്തുവെന്നും ബിഷപ്പ് പാമ്പ്ളാനി പിതാവിന്റെ 300 രൂപ യൂദാസിന്റെ 30 വെള്ളിക്കാശിന് സമമാണ് എന്നും ഒക്കെയുള്ള വ്യാഖ്യാനങ്ങൾ മലയാള മാധ്യമ ലോകത്ത് നിറയുന്ന കാഴ്ചയാണ് കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അച്ഛനും മെത്രാനുമൊക്കെ പറയുന്നത് കേട്ട് കുഞ്ഞാടുകൾ വോട്ടുകുത്തുന്ന കാലം കഴിഞ്ഞുവെന്ന നാഴികയ്ക്ക് 40 വട്ടം ആവർത്തിക്കുന്ന ഇടതിനും വലതിനും മാധ്യമ സിംഹങ്ങളുമൊക്കെ പിതാവിന്റെ പ്രസ്താവന കേട്ട് ഉറഞ്ഞുതുള്ളുകയാണ്. പാമ്പ്ളാനി പിതാവിനെ കാവിയുടിപ്പിക്കുവാൻ കച്ചകെട്ടി ഇറങ്ങിയവരും കേരളത്തിലെ ക്രൈസ്തവ വോട്ടുകൾ പാമ്പ്ളാനി പിതാവ് മൊത്തക്കച്ചവടം നടത്തിയെന്ന് അലമുറയിടുന്നവരും ബിഷപ്പ് അരമനയിൽ ഇരുന്നാൽ മതി അങ്ങാടിയിലേക്ക് ഇറങ്ങണ്ട എന്ന് മുറവിളി കൂട്ടുന്നവരും തൽക്കാലം വാൾ ഉറയിലിട്ട് ഇതൊന്നു കേൾക്കുക. ആദ്യം ഇന്നലെ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ ഇടതു വലത് ക്യാമ്പുകളിൽ ആശങ്ക പരത്തിയ മാധ്യമങ്ങൾ വിവാദ പ്രസ്താവന എന്ന് നാമകരണം ചെയ്ത പിതാവിന്റെ പ്രസംഗ ശകലത്തിലേക്ക് നമുക്ക് കേന്ദ്ര സർക്കാരിനോട് പറയാം, നിങ്ങളുടെ പാർട്ടി ഏതുമായിക്കോട്ടെ, ഞങ്ങൾ നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാം. നിങ്ങൾ റബ്ബറിന്റെ വില 300 രൂപയായി പ്രഖ്യാപിച്ച് ആ റബ്ബർ കർഷകനിൽ നിന്നെടുക്കുക. നിങ്ങൾക്ക് ഒരു എംപിയും ഇല്ല എന്നുള്ള വിഷമം ഈ കുടിയേറ്റ ജനത മാറ്റിത്തരാം. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് രാഷ്ട്രീയമല്ല, ഞങ്ങളുടെ കുടുംബങ്ങൾ ഗതികേട് മറുകരയിലേക്ക് നീന്തുന്നവരാ. അവർക്ക് അതിജീവനത്തിനു വേണ്ടി അല്ലയോ സർക്കാർ, അത് ബിജെപി സർക്കാരായിക്കോട്ടെ, ഇടതുമുന്നണി സർക്കാരായിക്കോട്ടെ, കോൺഗ്രസ് സർക്കാരായിക്കോട്ടെ, റബ്ബറിന്റെ വില 300 രൂപയായി പ്രഖ്യാപിക്കുകയും അത് ഉത്തരവാദിത്വത്തോടെ നടപ്പിലാക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മാത്രമേ നമ്മൾ വോട്ട് ചെയ്യുകയുള്ളൂ എന്ന് ഒറ്റക്കെട്ടായി തീരുമാനിക്കാതെ ഈ പ്രതിസന്ധികൾക്കൊന്നും പരിഹാരം ഉണ്ടാവില്ല എന്ന സത്യം പ്രിയപ്പെട്ട കർഷകരെ. കാതുള്ളവർ കാത് തുറന്നു പിടിച്ച് കേൾക്കുക. പിതാവ് 300 രൂപയുടെ പാലം ഇട്ടത് ബിജെപിയിലേക്ക് മാത്രമായിരുന്നു. റബ്ബറിന് 300 രൂപയാക്കുവാൻ ഏതു സർക്കാരിനാണോ സാധിക്കുന്നത്, അത് ബിജെപി സർക്കാരായിക്കോട്ടെ, ഇടതുമുന്നണി സർക്കാരായിക്കോട്ടെ, കോൺഗ്രസ് സർക്കാരായിക്കോട്ടെ, അവർക്ക് മാത്രമേ വോട്ട് ചെയ്യൂ എന്ന് വളരെ വ്യക്തമായി പിതാവ് പറയുന്നുണ്ട്. പിന്നെ ബിജെപിയുടെ കാര്യം പിതാവ് പ്രത്യേകം പറഞ്ഞതോ, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് വിളിക്കപ്പെടുന്ന പാർലമെന്റ് മന്ദിരത്തിനുള്ളിൽ പ്രതിഷ്ഠിക്കുവാൻ കേരളത്തിന്റെ മണ്ണിൽ വിരിഞ്ഞ ഒരു താമരയില്ല എന്നുള്ളത് ബിജെപിയുടെ അസ്തിത്വ ദുഃഖമാണ് എന്നറിയുന്ന പിതാവ് ബിജെപിയെ വെല്ലുവിളിക്കുന്നത് അവരുടെ മർമ്മത്തിൽ തന്നെ കുത്തിക്കൊണ്ടാണ്. കേരള സംസ്ഥാന രൂപീകരണ കാലം തൊട്ട് ഇടതിനും വലതിനും മാറി മാറി കുത്തിയിട്ടും കർഷകനിൽ നിന്നും കണ്ണീരുബാക്കി എന്നറിയുന്ന പിതാവ് പട്ടിണി മാറ്റുവാൻ കേരളത്തിലെ കർഷകർ വേണ്ടിവന്നാൽ താമര കൃഷിയിലേക്ക് തിരിയുവാനും സന്നദ്ധമാണ് എന്ന് പറഞ്ഞപ്പോൾ ലഡു പൊട്ടിയത് ബിജെപിക്ക്, ചങ്കു പൊട്ടിയത് ഇടതിനും വലതിനും. ലോകത്തിൽ റബ്ബർ ഉൽപാദനത്തിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ഭാരതത്തിലെ റബ്ബർ ഉൽപാദനത്തിന്റെ 90% നിർവഹിക്കുന്ന കേരളത്തിലെ റബ്ബർ കർഷകന്റെ കഷ്ടപ്പാടുകൾ അകറ്റുവാൻ പിതാവ് വെല്ലുവിളിക്കുന്നത് ബിജെപിയെ മാത്രമല്ല, ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയെയും കോൺഗ്രസ് പാർട്ടിയെയും കൂടിയാണ്. പിതാവ് വോട്ടിനിട്ട വില കർഷകന്റെ വിശപ്പിന്റെ വിലയാണ്. വോട്ട് തണ്ടാൻ ജാതിമത സമവാക്യങ്ങൾ മാത്രം കൂട്ടുപിടിക്കുന്നവർ കർഷകന്റെ വിശപ്പ് അകറ്റുന്നവന് കൊടുക്കുവാൻ ഞങ്ങളുടെ വോട്ടുപെട്ടിയിൽ വോട്ടുണ്ട് എന്ന് പിതാവ് പറഞ്ഞത് കേട്ടപ്പോൾ ഞെട്ടി. പിതാവിന്റേത് വികാരപരമായ പ്രസ്താവന എന്നും കുറുക്കൻ കോഴിയെ സംരക്ഷിച്ച ചരിത്രമില്ല എന്നും ഇടതു വലത് ക്യാമ്പുകളിൽ നിന്ന് പ്രസ്താവനകൾ ഇറങ്ങി. പിതാവിന്റേത് പക്വതയില്ലാത്ത പ്രസ്താവന എന്ന് പറഞ്ഞ് എപ്പോഴും പക്വമായി സംസാരിക്കുന്ന പുരോഹിതനും അക്കൂട്ടത്തിൽ കൂടി. ഇവിടെ എന്താണ് പ്രശ്നം? ഞങ്ങളുടെ നാട്ടിൽ റോഡുണ്ടാക്കിയാൽ വോട്ട് തരാം എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല. ഞങ്ങളുടെ കടവിൽ പാലം പണിതാൽ വോട്ട് തരാം എന്ന് പറഞ്ഞാലും പ്രശ്നമില്ല. ഞങ്ങളുടെ ഗ്രാമത്തിൽ കുടിവെള്ളം എത്തിക്കുന്നവർക്കാണ് വോട്ട് എന്ന് പറഞ്ഞാലും പ്രശ്നമില്ല. അതുപോലെ ഞങ്ങളുടെ കാർഷികോൽപ്പന്നങ്ങൾക്ക് വില തന്നാൽ വോട്ട് തരാം എന്ന് പറഞ്ഞാൽ അതിൽ എന്താണ് പ്രശ്നം? അതിൽ പ്രശ്നമുണ്ട്. കാരണം പറഞ്ഞത് ഒരു ബിഷപ്പാണ്. ബിഷപ്പ് പറഞ്ഞത് 10,000 വരുന്ന കർഷകർക്കു വേണ്ടിയാണ്. അവർ താമരയ്ക്ക് വളമിട്ട് തുടങ്ങിയാൽ കഞ്ഞികുടി മുട്ടും. മാത്രമല്ല, പാവപ്പെട്ട റബ്ബർ കർഷകരെ ടാപ്പ് ചെയ്ത് ജീവിക്കുന്ന കുത്തക മുതലാളിമാർക്കൊപ്പം നിൽക്കുന്നവർക്ക് നോവും. അവഗണിക്കപ്പെട്ട കർഷകരുടെ കണ്ണീരിന്റെ വിലയറിയാത്തവർ കണ്ടമാലിലെ രക്തസാക്ഷികളെയും ജാർഖണ്ഡിൽ തകർക്കപ്പെട്ട ദേവാലയങ്ങളെയും കസ്റ്റഡിയിൽ മരണം വരിച്ച സ്റ്റാൻ സ്വാമിയെയും ചുട്ടുകൊല്ലപ്പെട്ട ഗ്രഹാം സ്റ്റെയിനെയും ഒക്കെ ചുറ്റിക്കാട്ടി പറയും, കാവിത്തണലിൽ അപകടമുണ്ട്. അവരോട് ചോദിക്കട്ടെ, നിരാലംബരായ കർഷകർക്ക് നീതി ഏത് അങ്ങാടിയിൽ നിന്നാണ് ലഭിക്കുക? അവർ ഇടത്തേക്ക് നോക്കി, പിന്നെ വലത്തേക്ക് നോക്കി. അവരെ സഹായിക്കുവാൻ ആരുമില്ല. അധികാരത്തിലേറിയാൽ റബ്ബറിന് 250 രൂപ താങ്ങുവില പ്രഖ്യാപിച്ചവരും ഇന്ന് നിശബ്ദരായിരിക്കുന്നു. കർഷകർക്ക് ഇന്നും കഷ്ടപ്പാട് ബാക്കി.
300 രൂപയെ ഒറ്റുകാശായി മുദ്രകുത്തുന്നവരാണ് യഥാർത്ഥ ഒറ്റുകാർ. പാവപ്പെട്ട റബ്ബർ കർഷകരെ കുത്തക മുതലാളിമാർക്ക് ഒറ്റുകൊടുക്കുന്നവർ. ഒരു മതവിശ്വാസികൾക്ക് മാത്രം ബാധകമാകുന്നതല്ല പിതാവിന്റെ പ്രസംഗം. റബ്ബറിൽ ക്രിസ്ത്യാനി ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബർ, ഹിന്ദു ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബർ, മുസ്ലിം ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബർ എന്നിങ്ങനെ ചേരിതിരിവ് ഒന്നുമില്ല. എല്ലാ റബ്ബറിനും മാർക്കറ്റിൽ ഒരേ വില. പാമ്പളാനി പിതാവിനെ കല്ലെറിയുന്നവർ അറിയുക. നിങ്ങൾ ഇന്നലെ സ്വസ്ഥമായി കിടന്നുറങ്ങിയ റബ്ബർ മെത്തയ്ക്കുള്ളിൽ റബ്ബർ കർഷകന്റെ കരിഞ്ഞ സ്വപ്നങ്ങളുണ്ട്. നിങ്ങൾ സുഖമായി സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ ചക്രത്തിനുള്ളിൽ നിറയുന്നത് റബ്ബർ കർഷകന്റെ നെടുവിശ്വാസമാണ്. നിങ്ങളുടെ പാദങ്ങളെ സംരക്ഷിക്കുന്ന റബ്ബർ ചെരുപ്പിനടിയിൽ ഞെരിഞ്ഞമരുന്നത് കർഷക ജീവിതങ്ങളാണ്. ആ കർഷകർ അധ്വാനിച്ചുണ്ടാക്കുന്ന കാർഷിക ഉൽപ്പന്നത്തിന് 300 രൂപ കിട്ടിയാൽ ഞങ്ങൾ പകരം വോട്ട് തരാം, MBA തരാം എന്ന് പറഞ്ഞല്ലാതെ എന്തു പറഞ്ഞാണ് രാഷ്ട്രീയ ഗോധയിൽ വിലപേശൽ നടത്തുക? കഴിഞ്ഞ വർഷം 6 ലക്ഷം ടൺ റബ്ബറാണ് നമ്മുടെ രാജ്യത്ത് ഇറക്കുമതി ചെയ്തത് എന്നറിയുക. 500 വർഷങ്ങൾക്ക് മുമ്പ് സൗത്ത് അമേരിക്കയിലെ റെഡ് ഇന്ത്യൻസ് റബ്ബർ മരങ്ങൾക്ക് കിട്ട പേര് കരയുന്ന മരം എന്നായിരുന്നു. മരങ്ങൾ നിരന്തരം മുറിവേൽക്കുന്നതുകൊണ്ട്. 500 വർഷങ്ങൾക്ക് ഇപ്പുറം ഇവിടെ ഈ കൊച്ചു കേരളത്തിൽ ആ കരയുന്ന മരത്തോടൊപ്പം കർഷകനും കരയുകയാണ്. ആ രോദനം ഏറ്റെടുത്ത ഒരു ഇടയനെ കല്ലെറിയുന്നവർക്ക് എന്ത് ആത്മസുഖമാണ് കിട്ടുക? ഈ നാട്ടിൽ ഒരു സംഘടനാശേഷിയുമില്ലാത്ത, എന്നും ഉദ്യോഗസ്ഥ ബന്ധത്തിന്റെയും രാഷ്ട്രീയ മുതലെടുപ്പിന്റെയും ബലിയാടാകുവാൻ വിധിക്കപ്പെട്ട ഒരു ജനസമൂഹത്തിനായി ഒരാൾ ശബ്ദിക്കുമ്പോൾ അയാളുടെ പ്രസ്താവനയിൽ നീചമായ വർഗീയതയും രാഷ്ട്രീയവും കൂട്ടിക്കലർത്തി ചേരിതിരിവ് ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നത് 4 നേരം ഭുജിക്കുവാൻ അന്നമുണ്ടാക്കി തരുന്ന കർഷകന്റെ കഞ്ഞിയിൽ മണ്ണു വാരിയിടലാണ് എന്ന് പറയാതെ വയ്യ. നന്ദി.